ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ മഹാഭാരതത്തിലെ വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. സഞ്ജയൻ ദൂതനായിട്ട് വരികയാണ് വിരാട് രാജ്യത്ത്. അവിടെ പാണ്ഡവരോട് ധൃതരാഷ്ട്രയുടെ സന്ദേശമായിട്ട് വന്നതാണ്. അതെല്ലാം കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ കുറച്ച് കാര്യങ്ങൾ പറയും. അത് കേട്ടിട്ട് സഞ്ജയൻ യുധിഷ്ഠിരനെ കുറച്ച് ചോദ്യം ചെയ്യും. അങ്ങ് ഇത്രയും ധർമ്മിഷ്ഠനായിട്ടുള്ള വ്യക്തി ഇങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി രാജ്യം ലഭിക്കാനായിട്ട് ബന്ധുക്കളെയൊക്കെ കൊല്ലുന്നത് ശരിയായിരിക്കും എന്നൊക്കെ ചോദ്യം ചെയ്തപ്പം യുധിഷ്ഠിരൻ വീണ്ടും അതിന് മറുപടി പറയുകയാണ്. പക്ഷെ എന്നിട്ട് പിന്നെ എൻ്റെ ഭാഗത്ത് ധർമ്മമുണ്ടോ ഇല്ലയോ എന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ വളരെ വിശദമായിട്ട് ഭഗവാൻ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ സഭയിൽ വെച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ചും പറയുകയാണ്. പ്രത്യേകിച്ച് ദ്രൗപദി ദേവി അപമാനിച്ച ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതുകൊണ്ട് പാണ്ഡവർ എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിന്നവരാണ്. അതുകൊണ്ട് സഞ്ജയൻ നീ പറഞ്ഞത് ശരിയല്ല എന്ന് ഭഗവാൻ പറയുകയാണ്. അതുകൊണ്ട് ഫൈനലി ഭഗവാൻ കൺക്ലൂഡ് ചെയ്ത് പറയും, പാണ്ഡവർ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷെ യുദ്ധത്തിന് അവർ തയ്യാറുമാണ്. അവർക്ക് അർഹതപ്പെട്ട അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ അത് പറഞ്ഞപ്പോൾ സഞ്ജയനും അത് ബോധ്യപ്പെട്ടു. അപ്പോൾ വീണ്ടും യുധിഷ്ഠിര മഹാരാജ് പിന്നെയും പറയുകയാണ്, ദ്രൗപദി ദേവിക്കെതിരെ നടന്ന അപമാനം പോലും നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണ്. നമുക്കെതിരെ നടന്ന അനീതി അധർമ്മം എല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ്. നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ ഇന്ദ്രപ്രസ്ഥം നൽകുക. മുഴുവൻ ഹസ്തിനപുരി അതൊന്നും ചോദിക്കുന്നില്ലല്ലോ, നമ്മൾ ഇന്ദ്രപ്രസ്ഥം മാത്രമാണ് ചോദിക്കുന്നത്. ഇനി അതും തരാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ 5 ഗ്രാമം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇത്രയും ക്ഷമ ആർക്കാണുള്ളത് അല്ലേ? അത് ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവിടുന്ന് അവർ പോവുകയാണ്. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഗുരു പ്രണാമ മന്ത്രങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാധാമധായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീഭാഷഭാനുവീ ദേവി ദൈതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗ വിരുധാഭസിദ്ധാന്തദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രനംബരസാംബൂദേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മദ്ദമതീർഗതിമത്സർവസപാദാംബോജോ രാധാമദനമോഹനോ
ദിവ്യവൃന്ദാരണ്യഗർഭദ്രുമത ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവോ പ്രേഷ്ഠാദവിസേവ്യമാനോസ്മര ശ്രീമൻരാസരസാരംഭീ വംശീവടത്തരസ്ഥിത കർഷൻ വേണുസ്മരേർഗോപീർഗോപീനാഥസ്വേസ്തുന തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासुदेव गौरभक्त. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासुदेव गौरभक्त. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. मुगं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. ധൃതരാഷ്ട്രയുടെ സന്ദേശമാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച ചെയ്തത്. ഇനി സഞ്ജയൻ ചെന്ന് തിരിച്ച് ധൃതരാഷ്ട്രയോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ധൃതരാഷ്ട്രയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് അടുത്ത അധ്യായം മഹാഭാരതത്തിൽ. ധൃതരാഷ്ട്രർ അദ്ദേഹത്തിൻ്റെ അന്തഃപുരിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. സഞ്ജയൻ പോയിട്ട് കുറേ ദിവസങ്ങളായി, ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. ധൃതരാഷ്ട്ര ചിന്തിക്കുകയായിരുന്നു, പാണ്ഡവർ എൻ്റെ സന്ദേശത്തെ എങ്ങനെ എടുത്തു കാണും, സ്വീകരിച്ചിട്ടുണ്ടോ, ഇനി അവർക്ക് കൂടുതൽ ദേഷ്യം വർദ്ധിച്ചിട്ടോ എന്നൊക്കെ. എന്തായാലും യുധിഷ്ഠിരൻ ഒരിക്കലും യുദ്ധത്തിന് തയ്യാറാകത്തില്ല. സ്വന്തം സഹോദരങ്ങളെ കൊല്ലാൻ യുധിഷ്ഠിരൻ എപ്പോഴെങ്കിലും തയ്യാറാവോ എന്നൊക്കെ ധൃതരാഷ്ട്ര ചിന്തിക്കുകയായിരുന്നു. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന പോലെ എന്തായാലും യുധിഷ്ഠിരൻ കേൾക്കും. കൃഷ്ണനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൃഷ്ണനെ ആർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല. കൃഷ്ണന്റെ ഉദ്ദേശം എന്താണെന്നോ കൃഷ്ണൻ ഈ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്നോ ധൃതരാഷ്ട്രക്ക് മനസ്സിലാവുന്നില്ല. ചില സമയത്ത് കൃഷ്ണൻ നിഷ്പക്ഷനായിട്ട് തോന്നും. അങ്ങനെയാണ് പൊതുവെ കൃഷ്ണൻ പറയുന്നെങ്കിലും അദ്ദേഹം എപ്പോഴും പാണ്ഡവരുടെ പക്ഷത്താണ് നിൽക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ സ്വന്തം സൈന്യത്തെ ദുര്യോധനന് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് യുദ്ധം ചെയ്യത്തില്ല എന്നും പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കൃഷ്ണൻ യഥാർത്ഥത്തിൽ നിഷ്പക്ഷനാണോ അല്ലയോ എന്ന് മനസ്സിലാവുന്നില്ല എന്ന് ധൃതരാഷ്ട്ര ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഭടൻ വന്നിട്ട് പറഞ്ഞു, സഞ്ജയൻ തിരിച്ചെത്തി. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രം പറഞ്ഞു, എത്രയും പെട്ടെന്ന് സഞ്ജയനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. സഞ്ജയൻ അന്തപുരിയിലേക്ക് എത്തി, കൈകൂപ്പി ധൃതരാഷ്ട്രയുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ സഞ്ജയൻ പാണ്ഡവരെ കണ്ടിട്ട് വന്നു. യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ പ്രണാമങ്ങൾ അങ്ങയോട് പറയാൻ പറഞ്ഞു. അങ്ങയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് ചോദിച്ചു, അങ്ങയുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും. അപ്പോൾ ധൃതരാഷ്ട്ര പറഞ്ഞു, സഞ്ജയ, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ, സ്വാഗതം. യുധിഷ്ഠിരൻ എങ്ങനെയുണ്ട്? യുധിഷ്ഠിരന്റെ സഹോദരങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സഞ്ജയൻ പറഞ്ഞു, പാണ്ഡവരെല്ലാം സുഖത്തിൽ തന്നെയാണ്, ക്ഷേമത്തിലാണ്. എന്നിട്ട് പറഞ്ഞു, യുധിഷ്ഠിരന് അർഹതപ്പെട്ടത് യുധിഷ്ഠിരൻ വീണ്ടും ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം ധർമ്മമാണ് സമ്പത്തിനെക്കാട്ടിയും വലുത്. ആ ധർമ്മമാണ് സന്തോഷത്തിൻ്റെ ആധാരവും. ധർമ്മിഷ്ഠനായ ദേവതുല്യനായിട്ടുള്ള യുധിഷ്ഠിരൻ പ്രജകളെയെല്ലാം ധർമാനുസൃതം സംരക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ കർത്തവ്യവും. മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൈകളിലെ പാവകളെ പോലെയാണ്. അല്ലെങ്കിൽ പിന്നെ
ഇത്രയും ധർമ്മിഷ്ഠരായിട്ടുള്ള പാണ്ഡവർ ഇത്രയും ദുരിതം അനുഭവിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? എന്നിട്ട് സഞ്ജയൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ശക്തരായിട്ടുള്ള വ്യക്തികൾക്ക് അവസരം കിട്ടുന്നത് വരെ നീചന്മാർ സമ്പന്നരായിക്കൊണ്ടേയിരിക്കും. അതായത് യഥാർത്ഥത്തിൽ ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ ശക്തി പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടുന്നത് വരെ അധർമ്മികൾ തഴച്ച് വളർന്നുകൊണ്ടേയിരിക്കും, ശക്തരായി വളർന്നുകൊണ്ടേയിരിക്കും. രാജാവേ, അങ്ങയുടെ പ്രവൃത്തി തീർച്ചയായിട്ടും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വിധം പാപം കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് അതിൻ്റെ ദുഃഖം അങ്ങ് അനുഭവിക്കേണ്ടി വരും. യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്പം എങ്ങനെയാണോ അതിൻ്റെ തോല് ഉരിഞ്ഞു കളയുന്നത്, അതേപോലെ എല്ലാവിധ പാപകർമ്മങ്ങളെയും കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ അടുത്തൊരു സുഹൃത്തിനെ പോലെയും കൂടെ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ഇത്രയും മറവൊന്നും ഇല്ലാതെ നേരെ ചൊവ്വേ പറഞ്ഞത്. എന്നിട്ട് സഞ്ജയൻ വീണ്ടും പറയുക, അങ്ങയുടെ പ്രവൃത്തിയെക്കുറിച്ച് അങ്ങ് ചിന്തിക്കൂ രാജാവേ. അങ്ങയുടെ ലക്ഷ്യങ്ങളെല്ലാം അങ്ങയുടെ തന്നെ നാശത്തിന് വിത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് വളരെ ഹീനമായിട്ടുള്ള രീതിയിലാണ് പാണ്ഡവരുമായിട്ട് പെരുമാറിയത്. അതിലൂടെ അങ്ങയ്ക്ക് ധർമ്മവും ലഭിച്ചിട്ടില്ല, പുണ്യവും ശേഖരിച്ചിട്ടില്ല, സമ്പത്തും ലഭിച്ചിട്ടില്ല. അങ്ങയുടെ പ്രവൃത്തികൾ എപ്പോഴും ക്രൂരവും അധമ പ്രവൃത്തികളുമായിരുന്നു. ഇതിലൂടെ അങ്ങയ്ക്ക് നാണക്കേട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഒരു അറിവും ബോധവും ഇല്ലാത്ത വ്യക്തികളിൽ നിന്നും ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. പക്ഷെ അങ്ങ് ഭരതവംശത്തിൽ ജനിച്ച ഇത്രയും വലിയ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവായിട്ടും ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള മന്ത്രിമാരൊക്കെ ചുറ്റും ഉണ്ടായിട്ടും അങ്ങ് ഇത്രയും നീച പ്രവൃത്തി ചെയ്തു. അങ്ങും ബുദ്ധിമാനാണ്, അങ്ങേക്ക് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞൂടെ? പിന്നെ എന്തിനാണ് അങ്ങ് അങ്ങയുടെ ഈ വംശത്തിന്റെ നാശത്തിനായിട്ട് കാത്തു നിൽക്കുന്നത്? ഉടൻ തന്നെ ധൃതരാഷ്ട്ര ദേഷ്യം വന്ന് തള്ളുവിരലും ചൂണ്ടുവിരലും കൂടെ സഞ്ജയന്റെ കണ്ണിലേക്ക് ഇങ്ങനെ ഒരു കുത്തുകുത്തി. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ധൃതരാഷ്ട്രർ സ്വന്തം രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ സ്വന്തം കണ്ണുകളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി. കാരണം ധൃതരാഷ്ട്രർക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ചുറ്റും തോഴിമാർ ചാമരം വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആൾക്ക് ഒരുപാട് അസഹനീയത തോന്നുകയായിരുന്നു. എന്നിട്ട് തണുത്ത വെള്ളത്തിനായിട്ട് അദ്ദേഹം അപേക്ഷിച്ചു, ആജ്ഞാപിച്ചു. പക്ഷെ എന്നിട്ടും സഞ്ജയൻ നിർത്തിയില്ല. അദ്ദേഹം ഒരിക്കലും സ്വന്തം സ്വാമി ഇങ്ങനെ അധപ്പതനത്തിലേക്ക് പോകുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സുഖിപ്പിക്കാനായിട്ട് സന്തോഷമുള്ള വാക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. നാശം എന്നത് അധികം ദൂരമല്ല. അതുകൊണ്ട് രാജാവിനെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സത്യത്തെ രാജാവ് തിരിച്ചറിഞ്ഞേ പറ്റൂ. എന്നിട്ട് സഞ്ജയൻ വീണ്ടും തുടർന്നു, പാണ്ഡവരെ രക്ഷിക്കാൻ ദിവ്യശക്തികളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ശരീരത്തിന് ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അർജുൻ എങ്ങനെയാണ് ദേവലോകത്ത് പോയത്? ദൈവം എപ്പോഴും അവരവരുടെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ് ഫലം നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഈ തയ്യാറെടുപ്പുകളെല്ലാം നിരർത്ഥകമാകും നമ്മൾ ആ സത്യത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ. നമ്മുടെ
ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ നമുക്ക് ദുരിതമല്ലാതെ വേറൊന്നും ലഭിക്കാനില്ല. അതുകൊണ്ട് രാജാവേ, അങ്ങയുടെ ഈ അവസ്ഥയ്ക്ക് അങ്ങ് തന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയുള്ളൂ. ഭഗവാന്റെ നിയമ നിബന്ധനകളെ ഒന്നും മനസ്സിലാക്കാതെ അങ്ങ് പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങയുടെ പ്രവൃത്തികളെ തിരുത്തിയില്ല എങ്കിൽ ഈ കുലത്തിൻ്റെ നാശത്തിന് കാരണമായിട്ട് എന്നും അങ്ങേ തന്നെയായിരിക്കും ഈ സമൂഹം പറയുന്നത്. എങ്ങനെയാണോ ഉണങ്ങിയ പുല്ലിനെ തീ കത്തിച്ച് ഇല്ലാതാക്കുന്നത്, അതേപോലെ കുരുവംശത്തെ മുഴുവൻ അർജുനൻ ഭസ്മാക്കും. പക്ഷെ അങ്ങ് അഹങ്കാരിയായിട്ട് നടക്കുന്ന അങ്ങയുടെ മകന്റെ വിജയത്തിൽ അങ്ങ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങ് ചൂതുകളെ തടഞ്ഞില്ല. ആ ഒരു മണ്ടത്തരം കാരണം ഇപ്പോൾ എന്തൊക്കെയാണ് അവസ്ഥകളിലേക്ക് എത്തിയതെന്ന് അങ്ങ് ചിന്തിച്ചു നോക്കൂ. അങ്ങ് അശക്തനാണ്. അതുകൊണ്ട് അങ്ങയുടെ ആധിപത്യം ഇനി അധികകാലം ഈ ലോകത്ത് കാണത്തില്ല. എങ്ങനെയാണോ ഒരു മണ്ടന്റെ ഈ പെട്ടെന്ന് ഒരുപാട് സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവനത് നിലനിർത്താൻ കഴിയാത്തത്, അതേ അവസ്ഥയാണ് ഇപ്പോൾ അങ്ങയുടെ. ഒരുപാട് ഇരുട്ടായിരുന്നു. സഞ്ജയൻ ഒരുപാട് തളർന്നിരുന്നു ഇത്രയും ദൂരെ യാത്രയ്ക്ക് ശേഷം. അതുകൊണ്ട് ഞാൻ വിശ്രമിക്കാനായിട്ട് പൊയ്ക്കോട്ടെ. പിറ്റേ ദിവസം സഭയിൽ വെച്ച് യുധിഷ്ഠിരൻ നൽകിയ സന്ദേശത്തെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് സഞ്ജയൻ പറയുന്നു. ധൃതരാഷ്ട്രർ വളരെ കാരുണ്യത്തോടു കൂടി തന്നെ സഞ്ജയനോട് സംസാരിച്ചു. ധൃതരാഷ്ട്രർക്ക് അറിയായിരുന്നു സഞ്ജയൻ ധൃതരാഷ്ട്ര നന്മ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത്രയും മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചത്. സഞ്ജയൻ പോയതിനു ശേഷം ധൃതരാഷ്ട്രർ ഒറ്റയ്ക്കിരുന്ന് വേദനിച്ച് ഇരിക്കുകയായിരുന്നു. പല പല ചിന്തകളിലും മഗ്നനായിട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, ഇനിയെല്ലാം എൻ്റെ കൈകളിലാണ്. ഇന്ദ്രപ്രസ്ഥം യുധിഷ്ഠിരന് തിരിച്ചു കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. പക്ഷെ ദുര്യോധനൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. അവനെ തടയാൻ എനിക്ക് കഴിയുമോ? ഇപ്പൊ ഏകദേശം 20 വർഷം കഴിഞ്ഞു ധൃതരാഷ്ട്രർ സിംഹാസനത്തിൽ ഇരുന്നിട്ട്. അദ്ദേഹം ഇപ്പോൾ ഈ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയാണ്. അദ്ദേഹവും ദുര്യോധനും. യുധിഷ്ഠിരന് ആ സാമ്രാജ്യം കൊടുക്കുകയാണെങ്കിൽ എല്ലാം അവസാനിക്കും. അധികം താമസിക്കാതെ തന്നെ പാണ്ഡവർ രാജസൂയയജ്ഞം ചെയ്ത് അവരുടെ ആധിപത്യം ഈ ലോകത്തിൽ ഉറപ്പിക്കും. പിന്നെ അദ്ദേഹത്തിനും ധൃതരാഷ്ട്രൻ ചിന്തിക്കുക, എനിക്കും എൻ്റെ മകനും പ്രത്യേകിച്ച് സ്ഥാനമൊന്നും ഇല്ലാതെയാണ്. ഇതോർത്തപ്പോൾ രാജാവിന് ധൃതരാഷ്ട്രർക്ക് അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ ഒരു അംഗീകാരവും ആധിപത്യവും ഇല്ലാതെ, ഒരു അധികാരങ്ങളും ഇല്ലാതെ ജീവിക്കുന്നത് മരണത്തെക്കാട്ടിയും ദുസ്സഹമായിരിക്കും. ഇതൊരുപാട് ഇരുട്ടിയെങ്കിലും ധൃതരാഷ്ട്രർക്ക് വിതുരരിൽ നിന്ന് എന്തെങ്കിലും കേൾക്കണം എന്ന് തോന്നി. വിതുരരെ പോലെ നിഷ്പക്ഷനായിട്ട് സംസാരിക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് രാജാവ് ഉടൻ തന്നെ വിതുരരെ വിളിക്കാനായിട്ട് സന്ദേശം അയച്ചു. അധികം താമസിക്കാതെ തന്നെ വിതുരർ അവിടെ എത്തുകയാണ്. വിതുരർ പറഞ്ഞു, ഞാൻ വിതുരർ അങ്ങയുടെ ആജ്ഞയ്ക്കായിട്ട് കാത്തു നിൽക്കുന്നു. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അവിടുത്തെ ദാസനാണ്. രാജാവ് ധൃതരാഷ്ട്രർ സന്തോഷത്തോടുകൂടി വിതുരരെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, വിതുരരെ, ഞാനിപ്പോൾ സഞ്ജയനുമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. സഞ്ജയൻ ഒരുപാട്
ശക്തമായിട്ട് എന്നെ കുറ്റപ്പെടുത്തി. യുധിഷ്ഠിരൻ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അത് എന്താണെന്നറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. എൻ്റെ ദേഹം മുഴുവൻ ചുട്ടു പൊള്ളുകയാണ്. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന് പറയും. വിതുരർ ആ സമയത്ത് ധ്യാനനിമഗ്നായിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് വിതുരരെ വിളിച്ചത്. വിതുരർ പറഞ്ഞു, പൊതുവെ ഉറക്കമില്ലായ്മ നമുക്ക് വരുന്നത് ശക്തരായിട്ടുള്ള ആരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുള്ളപ്പോൾ, നമ്മൾ വളരെ ദുർബലരായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നമുക്ക് നേരിടാൻ, ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ ആകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിതീവ്രമായിട്ട് എന്തെങ്കിലും ആഗ്രഹം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കള്ളന്മാരായിരിക്കണം. അതായത് ഇവിടെ പറയുന്നത്, ശക്തരായിട്ടുള്ള ആരെങ്കിലും ദുർബലരായിട്ടുള്ള ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഉറക്കം കെട്ടുപോകും. എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഉറക്കം പോകും. അതിതീവ്രമായിട്ട് എന്തെങ്കിലും ആഗ്രഹം വന്നാലും ഉറക്കം പോകും. ഇനി നമ്മൾ കള്ളന്മാരാണെങ്കിലും നമുക്ക് ഉറക്കം പോകുന്നത്. അന്നേരം വിതുരർ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇതിലൊന്നും അങ്ങ് വരുന്നില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നില്ല അങ്ങ് മറ്റുള്ളവരുടെ സമ്പത്തിനോട് അത്യാഗ്രഹം വയ്ക്കുന്ന വ്യക്തിയാണെന്ന്. അപ്പോഴും ഉറക്കം പോകുന്നത്. വിതുരർക്ക് ധൃതരാഷ്ട്രയുടെ ഉള്ളിലിരിപ്പ് നന്നായിട്ട് അറിയായിരുന്നു. പല പല സന്ദർഭങ്ങളിലും വിതുരർ ധൃതരാഷ്ട്രമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ധൃതരാഷ്ട്രർ എപ്പോഴും അതിനെ അവഗണിച്ചിട്ടേ ഉള്ളൂ, കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല. വിതുരർ പല പ്രാവശ്യവും മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഈ പ്രവൃത്തിയുടെ എല്ലാം ഫലം എന്താവുമെന്ന്. പക്ഷെ ഇനിയിതിപ്പോൾ എന്തായാലും അത് നടന്നേ പറ്റൂ, അതിൻ്റെ എല്ലാം ദുഷ്പരിണാമങ്ങൾ ഇനി അനുഭവിച്ചേ പറ്റൂ എന്നൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ധൃതരാഷ്ട്ര അതെല്ലാം തിരിച്ചറിയാൻ തുടങ്ങി. രാജാവ് വിതുരരോട് ചോദിച്ചു, അങ്ങ് എനിക്ക് സദ്ബുദ്ധി പറഞ്ഞു നൽകൂ, അതിലൂടെ എനിക്കൊരു പ്രചോദനം ലഭിക്കുന്ന രീതിയിൽ സംസാരിക്കൂ, എൻ്റെ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരൂ എന്ന് വിതുരരോട് പറഞ്ഞു. സ്വന്തം ജ്യേഷ്ഠനോടുള്ള സ്നേഹം വിതുരർക്ക് ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ജ്യേഷ്ഠൻ പല മണ്ടത്തരങ്ങൾ കാണിച്ചാലും വിതുരർക്ക് എപ്പോഴും ധൃതരാഷ്ട്രരോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷമയോടുകൂടി അദ്ദേഹത്തിൻ്റെ ധൃതരാഷ്ട്രയുടെ നന്മയ്ക്കായിട്ട് ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കും, നേർവഴിയിൽ നടക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. വിതുരർ വിചാരിച്ചു, ഇത്രയും വലിയൊരു ആപത്ത് വരുന്ന ഈ ഘട്ടത്തിൽ എങ്കിലും ധൃതരാഷ്ട്രർ ഒരു മാറ്റം വരുവാണെങ്കിൽ ഒന്നായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് വിതുരർ പറഞ്ഞു, യുധിഷ്ഠിരൻ എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, ഒരുപാട് ശുഭലക്ഷണങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എല്ലാം കൊണ്ടും ഈ ലോകം ഭരിക്കാൻ യോഗ്യനാണ്. യഥാർത്ഥത്തിൽ യുധിഷ്ഠിരനെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിർത്തേണ്ടതായിരുന്നു. പക്ഷെ അതിന് പകരം നിങ്ങൾ അദ്ദേഹത്തെ വനവാസത്തിലേക്ക് അയച്ചു. ഈ ഒരു പ്രവൃത്തി കാരണം നിങ്ങളെ എല്ലാവരും വളരെ നീചനായിട്ടാണ് എല്ലാവരും കാണുന്നത്. അങ്ങേക്ക് ധർമ്മം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്നിട്ടും ഇതെല്ലാം അങ്ങ് ചെയ്തു. പക്ഷേ ആരൊക്കെ അദ്ദേഹത്തിനോട് തെറ്റ് ചെയ്താലും അദ്ദേഹം ക്ഷമാശീലനും സത്യസന്ധനും ധർമ്മിഷ്ഠനും ആയതുകൊണ്ട് അതെല്ലാം ക്ഷമിക്കുകയാണ്. അങ്ങേ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടു, ഒരു രാജാവിൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ടാണ് യുധിഷ്ഠിരൻ എല്ലാം ക്ഷമിച്ചത്. അതേ സമയത്ത്
യുധിഷ്ഠിരനോട് ശത്രുതാ മനോഭാവം മാത്രം പുലർത്തുന്ന ദുര്യോധനെ ഈ ഭൂമിയുടെ ആധിപത്യം, രാജ്യാധികാരം എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങേക്ക് എങ്ങനെയാണ് സമാധാനവും സമൃദ്ധിയും ആഗ്രഹിക്കാൻ കഴിയുന്നത്? വിദുരർക്ക് പല പല ഋഷിമാരുടെയും സത്സംഗങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അന്നേരം വിദുരർ പറഞ്ഞു, ഏത് വ്യക്തിയാണോ ക്രോധത്താലോ പ്രകോപിത സാഹചര്യത്തിലും അഹങ്കാരത്താലും കാമത്താലും അജ്ഞാനത്താലും സ്വന്തം കർത്തവ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഉയർന്ന ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്, അവനെയാണ് ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയെന്ന് അറിയേണ്ടത്. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി ക്രോധത്താലോ പ്രക്ഷുബ്ധ അവസ്ഥയിലോ അഹങ്കാരത്താലോ കാമത്താലോ അജ്ഞാനത്താലോ ഒരിക്കലും കർത്തവ്യത്തിൽ നിന്നും മാറത്തില്ല. സാധുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികളിൽ നിന്നും മാറി നിൽക്കുക, മുതിർന്ന വ്യക്തികളെ ബഹുമാനിക്കുക, അവർ പറയുന്ന വാക്കുകൾ വിശ്വസിക്കുക എന്നതും ബുദ്ധിമാന്റെ ലക്ഷണങ്ങളാണ്. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി എപ്പോഴും ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ആ ഒരു വ്യക്തി ഈ ഒരു ജന്മത്തിലും അടുത്ത ജന്മത്തിലും ലഭിക്കുന്ന നന്മയെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്, അല്ലാതെ ഇപ്പോഴത്തെ താൽക്കാലിക സുഖത്തിന് വേണ്ടിയല്ല. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തോ അല്ലെങ്കിൽ ലഭിക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാറില്ല. അവരവരുടെ ധർമ്മപ്രവൃത്തികളിലായിരിക്കും സന്തോഷിക്കുന്നത്. പാപകർമ്മങ്ങളെല്ലാം അവർ ദൂരെ അകറ്റും. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി മനസ്സിലാക്കും, ഈ ലോകം താൽക്കാലികമാണ്, ദുരിതപൂർണമാണ്. അദ്ദേഹം എപ്പോഴും ഈശ്വരന്റെ ആധിപത്യത്തെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ സേവകരാണ് എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികളുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാനെ സന്തോഷിപ്പിക്കുക, ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചെത്തുക എന്നതാണ്. പക്ഷേ ഇതിന് പകരമായി മൂഢരായിട്ടുള്ള വ്യക്തികൾ സ്വയം അഭിമാനിക്കുന്നു, ദുരഭിമാനം പുലർത്തുന്നു, അഹങ്കരിക്കുന്നു. അജ്ഞരാണെങ്കിലും ഒരു തരത്തിലുള്ള ഗുണങ്ങളും ആ വ്യക്തിക്കില്ലെങ്കിലും, ഒരു തരത്തിലുള്ള സമ്പത്തും അധികാരം ലഭിക്കാൻ അവർക്ക് അർഹതയില്ലെങ്കിലും അവർ പാപകർമ്മങ്ങളിലൂടെ സമ്പത്ത് ആർജിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ സമ്പത്തിനെ പിടിച്ചടക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടി ഹിംസ ഉപയോഗിക്കും. മറ്റുള്ളവരെ സ്വന്തം കാര്യത്തിന് വേണ്ടി ദ്രോഹിക്കുന്നത് ഒരു പാപമായിട്ട് അവർ ഒരിക്കലും കാണുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾ അവർക്ക് അർഹിക്കുന്നത് സ്വീകരിക്കാൻ തയ്യാറല്ല. അതേ സമയത്ത് അവർക്ക് അർഹതയില്ലാത്തതിനെ എങ്ങനെയെങ്കിലും നേടിയെടുക്കാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കാൻ പാടില്ലാത്തതിനെ എപ്പോഴും അവർ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഒന്നിനോടും വിശ്വാസം കാണത്തില്ല. അവർ പൂർവികരിലും വിശ്വസിക്കുന്നില്ല, പിതൃക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ദേവന്മാരെ ആരാധിക്കത്തില്ല. അവർ എപ്പോഴും അവരെ തന്നെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. ധാർഷ്ട്യത്തോടുകൂടിയും ക്രോധത്തോടും കൂടിയും എപ്പോഴും സംസാരിക്കും. ക്രൂരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കും. അവർക്കൊരിക്കലും ഉറച്ച ഒരു തീരുമാനം കാണത്തില്ല. അവർ സുഹൃത്തായിട്ട് കാണുന്ന വ്യക്തികളെല്ലാം
സുഹൃത്തായിട്ടുള്ള വ്യക്തികളെ ശത്രുവായിട്ട് കാണുന്ന വ്യക്തികളെ മാത്രമായിരിക്കും ഇവരും സുഹൃത്തായിട്ട് കാണുന്നത്. അതായത് ഈ ലോകത്തിൽ ആരെയാണോ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളായിട്ട് കാണേണ്ടത് അവരെ ഇവർ ശത്രുവായിട്ട് കാണുന്നു. അതേപോലെ അവരെ ശത്രുവായിട്ട് കാണുന്നവരെ മാത്രമായിരിക്കും ഇവർ മിത്രമായിട്ട് കാണുന്നത്. അവർ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് എപ്പോഴും പരാജിതരാവുകയാണെങ്കിലും എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് സാധു വ്യക്തികളെ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികൾ അടിവേരോടുകൂടി അവരുടെ അസ്തിത്വം നശിക്കുന്നു. വിദുരർ ഇങ്ങനെ ധൃതരാഷ്ട്രയെ കൂടുതൽ കൂടുതൽ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു ആ രാത്രിയിൽ. വിദുരർ അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു ധൃതരാഷ്ട്രരുടെ മനസ്സിനെ മാറ്റാൻ, ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ. പുതിയതായിട്ട് പറയാൻ ഒന്നുമില്ലായിരുന്നു വിദുരർക്ക് ധൃതരാഷ്ട്രരോട്. കാരണം ഇതൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതാണ്. ഇതെല്ലാം പല പ്രാവശ്യം ധൃതരാഷ്ട്രർ കേട്ടിരുന്നു. കേൾക്കുന്ന സമയത്ത് എല്ലാം അദ്ദേഹം സമ്മതിച്ചിരുന്നു. അത് കേൾക്കുന്നതിൽ ഒരു സന്തോഷം അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം വിദുരർ പറയുമ്പോൾ ധൃതരാഷ്ട്രർക്ക് അദ്ദേഹത്തിന്റെ മണ്ടത്തരവും എത്ര വലിയ പാപമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ധൃതരാഷ്ട്രർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അദ്ദേഹം അതെല്ലാം സമ്മതിക്കുകയും ചെയ്തു, കുറ്റബോധം തോന്നുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും വീണ്ടും ധൃതരാഷ്ട്ര പറയാണ്, വിദുരർ ഇനിയും പറയൂ. ഒന്നിന്റെ പുറകെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ രാത്രി അവസാനിക്കുമ്പോഴത്തേക്ക് വിദുരർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു, പാണ്ഡവർക്ക് അവരുടെ അർഹതപ്പെട്ട രാജ്യം കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ പരിണാമം എന്നൊക്കെ വളരെ വിശദമായിട്ട് വിദുരർ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇത്രയൊക്കെ കേട്ടിട്ടും ധൃതരാഷ്ട്രർക്ക് അറിയായിരുന്നു വിദുരർ പറഞ്ഞ ഇത്രയും മഹത്തായിട്ടുള്ള അറിവുകൾ ആചരിക്കാനുള്ള ശക്തി ധൃതരാഷ്ട്രക്കില്ല. ധൃതരാഷ്ട്രക്ക് അറിയായിരുന്നു, ഞാൻ എത്രയൊക്കെ നന്മയുടെ പാതയിൽ പോകാൻ ആഗ്രഹിച്ചാലും ദുര്യോധനെ മറികടക്കാനുള്ള ശക്തി ഇല്ല എന്ന് ധൃതരാഷ്ട്രർ ചിന്തിച്ചു. അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു, എല്ലാ രാജാക്കന്മാരുടെ കൂട്ടത്തിലും ആ സഭയിൽ ഇരിക്കുമ്പോൾ യുധിഷ്ഠിരൻ ആഗ്രഹിക്കുന്ന പോലെ സമ്മതിക്കാൻ ധൃതരാഷ്ട്രർക്ക് ഒരിക്കലും കഴിയില്ല എന്ന് ധൃതരാഷ്ട്ര വിചാരിച്ചു. വിദുരർക്ക് ധൃതരാഷ്ട്രയുടെ ആ ഒരു അവസ്ഥ നന്നായിട്ട് അറിയായിരുന്നു. അദ്ദേഹത്തിന് അറിയായിരുന്നു ഇത്രയും മഹത്തായിട്ടുള്ള അറിവുകൾക്ക് ഒരു മാറ്റവും ധൃതരാഷ്ട്രയുടെ ഉള്ളിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന്. അതുകൂടാതെ അദ്ദേഹത്തിന് മനസ്സിലായി, നല്ല ശക്തനായിട്ടുള്ള ആധ്യാത്മിക ഊർജമുള്ള ശക്തമായിട്ടുള്ള ആധ്യാത്മിക ശക്തിയുള്ള ആരിൽ നിന്നെങ്കിലും കേൾക്കണം, അല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ എത്രയോ മണിക്കൂറോളം ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം അവസാനം പറഞ്ഞു, വിദുരർ പറഞ്ഞു, ഞാനൊരു ശൂദ്രനാണ് രാജാവേ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ എനിക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാം. സനത് സുജാത ഋഷി എനിക്കൊരിക്കൽ വേദങ്ങളുടെ പല സത്യങ്ങളെക്കുറിച്ചും എനിക്ക് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ തന്നെ ക്ഷണിക്കാം, അദ്ദേഹം തന്നെ അങ്ങയോട് സംസാരിക്കുന്നു. അദ്ദേഹം ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യ വ്രതത്തിലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ശക്തമാണ്, പരിശുദ്ധമാണ്. അങ്ങ് അനുമതി നൽകുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കാമെന്ന് പറഞ്ഞു. ധൃതരാഷ്ട്രർ സമ്മതിച്ചു. വിദുരർ ധ്യാനനിമഗ്നനായിട്ടിരുന്നു. സനത് സുജാത ഋഷിയെ ധ്യാനിച്ചു, മനസ്സിൽ ധ്യാനിച്ചു. ഉടൻ തന്നെ അവിടെ സനത് സുജാത ഋഷി വരികയാണ്. അദ്ദേഹത്തിന്റെ ശരീരം നല്ല തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കയ്യിൽ കമണ്ഡലവും ദണ്ഡും ഉണ്ടായിരുന്നു. വിദുരർ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി, എല്ലാവിധ ആദരവും കൊടുത്തു. എന്നിട്ട്
ഒരു ഉയർന്ന സ്ഥാനത്ത് അദ്ദേഹത്തെ ഇരുത്തി. അങ്ങനെ ആ ഋഷി ഇരിക്കുന്ന സമയത്ത് വിദുരർ പറഞ്ഞു, ഋഷി, രാജാവിന് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിന് ഉത്തരം നൽകാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പരമസത്യത്തെക്കുറിച്ചും പുരാതനമായിട്ടുള്ള ആ സത്യത്തെക്കുറിച്ചൊക്കെ അങ്ങ് സാക്ഷാത്കരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പറഞ്ഞു കൊടുക്കൂ. അങ്ങേക്ക് മാത്രമേ ഇദ്ദേഹത്തെ ദ്വന്ദ്ങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയൂ. അങ്ങയിലൂടെ മാത്രമേ ഈ ഒരു വ്യക്തിയെ ധർമ്മത്തിൽ കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല ആധ്യാത്മിക ഊർജമുള്ള ഒരു വ്യക്തിയിലൂടെ മാത്രമേ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. നമുക്ക് തന്നെ നന്നായിട്ടറിയാം നമ്മൾ ചെയ്യുന്നത് ശരിയല്ലെന്ന്, നമ്മൾ തെറ്റുകളാണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോഴും നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ തെറ്റുകളെ തിരുത്താൻ നമുക്ക് കഴിയാത്തതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആധ്യാത്മിക ശക്തിയില്ല. നമുക്ക് പറഞ്ഞു തരുന്ന വ്യക്തിയുടെ ഉള്ളിൽ ആധ്യാത്മിക ശക്തിയില്ല. നല്ല ആധ്യാത്മിക ശക്തി ഉള്ള ഒരു വ്യക്തി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നൽകി കഴിഞ്ഞാൽ അത് പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. എത്രത്തോളം ആധ്യാത്മിക ശക്തി ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടോ അത്രത്തോളം ആ വ്യക്തിയുടെ വാക്കുകൾക്ക് നമ്മുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള ശക്തി കാണുന്നില്ല. ഇവിടെ സനത് സുജാത ഋഷി അദ്ദേഹത്തിനോട് വിദുരർ പറഞ്ഞു, അങ്ങേക്ക് മാത്രമേ ധൃതരാഷ്ട്രരെ ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആ ഋഷി, സനത് സുജാത ഋഷി, കറുത്ത ഒരു മാൻതോല് ധരിച്ചിരിക്കുകയായിരുന്നു. മുടിയൊക്കെ ജടയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം തല കുലുക്കി സമ്മതിച്ചു. അദ്ദേഹം സമ്മതിച്ചു എന്ന് കണ്ടപ്പോൾ വിദുരർ രാജാവിനോട് പറഞ്ഞു, അങ്ങേക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം എന്ന്. ധൃതരാഷ്ട്രർ പറഞ്ഞു, സനത് സുജാത ഋഷി, അങ്ങ് കാരുണ്യപൂർവ്വം എനിക്ക് മാർഗം നൽകിയാലും ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുക? മരണം എല്ലാവർക്കും വരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങേക്ക് മരണത്തെ ജയിക്കാനുള്ള വിദ്യ അറിയാമെന്ന്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്താലാണ് ജനന മരണ ചക്രത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്? സനത് സുജാത ഋഷി പറഞ്ഞു, അങ്ങ് ചോദിച്ച ചോദ്യം എങ്ങനെ മരണത്തെ തടയാം, എങ്ങനെ ശാശ്വതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാം. രാജാവേ, ശ്രദ്ധിച്ചു കേൾക്കൂ. എൻ്റെ കഴിവിൻ്റെ പരമാവധി, എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് പറഞ്ഞു തരാം. യഥാർത്ഥ മരണം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്. എവിടെ അജ്ഞാനമില്ല അവിടെ മരണവുമില്ല. ഹരേ കൃഷ്ണ. അജ്ഞാനമാണ് ഏറ്റവും വലിയ മരണം. യഥാർത്ഥ മരണം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്. എവിടെ അജ്ഞാനമില്ല അവിടെ മരണമില്ല. ആരാണോ കാമത്താൽ, ക്രോധത്താൽ, അത്യാഗ്രഹത്താൽ അടിമയായിട്ട് ജീവിക്കുന്നത്, അവരെല്ലാം യമന്റെ കീഴിൽ, യമന്റെ നിയന്ത്രണത്തിലാണ്. അവരെല്ലാം വീണ്ടും വീണ്ടും യമനെ നേരിട്ട് കണ്ടേ പറ്റൂ. കാമം, ക്രോധം, അത്യാഗ്രഹം, ഇതാർക്കാണോ ഉള്ളത് അവരെല്ലാം യമന്റെ നിയന്ത്രണത്തിലാണ്. ഇവരെല്ലാം അസംഖ്യം നരകങ്ങളിൽ ഒരുപാട് നരകീയ യാതനകൾ അനുഭവിക്കേണ്ടി വരും. നരകയാതനകൾ കഴിഞ്ഞിട്ട് അവർ പിന്നെ മൃഗങ്ങളായിട്ട് വീണ്ടും ജനിക്കുന്നു.
പിന്നെ ആ ഒരു ജനന മരണ ചക്രത്തിലൂടെ കടന്ന് വീണ്ടും മനുഷ്യരായിട്ട് ഈ ലോകത്തിൽ വരുന്നു. വീണ്ടും ഒരു ചക്രം ആവർത്തിക്കുകയാണ്. പക്ഷെ ആരാണോ അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്, ആരാണോ അവരുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് ജീവിക്കാത്തത്, അവർ എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ. ആരാണോ അവരുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചത്, അവരെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഒരു പുല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പുലിയെ പോലെയാണ്. പുല്ലുകൊണ്ട് നിർമ്മിച്ച പുലി എന്ന് പറഞ്ഞാൽ എന്താ? അത് വെറും ഒരു പുല്ല് മാത്രമാണ്. പുലിയെ നമുക്ക് പേടിക്കണം, പക്ഷെ പുലിയുടെ രൂപത്തെ, ഉണങ്ങിയ പുല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു പുലിയുടെ രൂപത്തെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ ആരാണോ അവരുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചത്, അവർക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങയുടെ എല്ലാവിധ ഇന്ദ്രിയ ആസ്വാദന ത്വരകളെയും നിയന്ത്രിക്കുക. എന്നിട്ട് ആത്മാവിനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവിനെ വേണ്ടി യത്നിക്കുക. ഈ ആത്മാവെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിൽ നിന്നും ശരീരത്തിൽ നിന്നും വ്യത്യസ്തനായിട്ട് നിൽക്കുകയാണ്. ഉടൻ തന്നെ ധൃതരാഷ്ട്ര ചോദിച്ചു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവർ എവിടേക്കാണ് പോകുന്നത്? ഈ ലോകത്ത് ആ വ്യക്തി എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? അങ്ങയിൽ നിന്ന് എനിക്ക് എത്ര കേട്ടാലും മതിയാവുന്നില്ല എന്ന് ഋഷിയെടുത്ത് ധൃതരാഷ്ട്രർ പറയുകയാണ്. സനത് സുജാത ഋഷി പത്മാസനത്തിലിരിക്കുകയായിരുന്നു. എന്നിട്ട് കൈ ഇങ്ങനെ ചിന്മുദ്രയിലിരിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു രാജാവ്, സനത് സുജാത ഋഷി രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഒരു വ്യക്തി ഭഗവാനെ സംപ്രീതനാക്കാൻ വേണ്ടി യജ്ഞങ്ങൾ ചെയ്യണം, ത്യാഗങ്ങൾ ചെയ്യണം, തപശ്ചര്യകൾ ചെയ്യണം. ഇത് അങ്ങ് ചെയ്യുകയാണെങ്കിൽ അങ്ങേക്ക് പരമലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വരേണ്ടി വരത്തില്ല. ക്രമേണ നിങ്ങൾ ആ പരമോന്നത ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ അങ്ങ് ശേഖരിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ഞാൻ ഈ ശരീരമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ശരീരമാണെന്ന് ചിന്തിക്കരുത്. എപ്പോഴും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ധൃതരാഷ്ട്രർ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം പല പ്രാവശ്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അറിയായിരുന്നു ഋഷി പറയുന്നതെല്ലാം പരമസത്യമാണ്. ധൃതരാഷ്ട്രർക്ക് അറിയായിരുന്നു ഈ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു ധൃതരാഷ്ട്രരുടെ എല്ലാ പ്രവൃത്തിയും. പക്ഷെ എന്നിട്ടും ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇത്രയൊക്കെ കേട്ടിട്ടും ഒരു മാറ്റം എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എന്നും ധൃതരാഷ്ട്രർക്ക് അറിയായിരുന്നു. പക്ഷെ എന്തായാലും എന്നെങ്കിലും കഠിനമായിട്ടുള്ള ഈ തപശ്ചര്യകൾ പാപകർമ്മങ്ങളെ തീർക്കാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ധൃതരാഷ്ട്രർ അറിഞ്ഞു. പക്ഷെ ഇപ്പോൾ എന്തോ വിധി എന്നെ നിർബന്ധിപ്പിച്ച് ഏതോ ഒരു ഫലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ധർമാനുസൃതമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്നെ വിധി ഇങ്ങനെ പോവുകയാണ് എന്ന് ധൃതരാഷ്ട്രർ തോന്നുകയാണ്. അതുകൊണ്ട് നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ധൃതരാഷ്ട്രർ വീണ്ടും ഋഷിയെടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് സനത് സുജാത ഋഷിക്ക്
ധൃതരാഷ്ട്രയുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് അദ്ദേഹം എല്ലാം പറഞ്ഞു കൊടുത്തു. ഇനി എല്ലാം ധൃതരാഷ്ട്രയുടെ കയ്യിലാണ്, എന്ത് തീരുമാനം എടുക്കണമെന്ന്. ഋഷി വിചാരിച്ചു, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് ഋഷി വിചാരിക്കുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളുടെ വ്യക്തമാക്കി കൊടുക്കുക, ബാക്കി തീരുമാനങ്ങളെല്ലാം ധൃതരാഷ്ട്രയുടെ. സനത് സുജാത ഋഷി പറഞ്ഞു കൊടുത്തു ഭഗവാൻ എങ്ങനെയാണ് പരമാത്മാവായിട്ട് സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ ജീവാത്മാക്കളുടെ ഹൃദയത്തിലും പരമാത്മാവ് ഇരിക്കുന്നതായിട്ടൊക്കെ സനത് സുജാത ഋഷി പറയുകയാണ്. അപ്പോൾ ധൃതരാഷ്ട്ര ചോദിച്ചു, പരമാത്മാവിനെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുക? അപ്പോൾ സനത് സുജാത ഋഷി പറഞ്ഞു, ഭഗവാൻ പരബ്രഹ്മമാണ്. അതുകൊണ്ട് പരബ്രഹ്മത്തെ അറിയണമെങ്കിൽ നമ്മളും ബ്രഹ്മഭൂത അവസ്ഥയിലായിരിക്കണം. ബ്രഹ്മത്തെക്കുറിച്ച് ബോധവാനായിട്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പരബ്രഹ്മം എന്താണെന്ന് അറിയാൻ കഴിയൂ. അന്നേരം സ്വയം ആത്മീയ അവബോധത്തിൽ ഇരിക്കുമെങ്കിൽ മാത്രമേ ഭഗവാനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. അന്നേരം സനത് സുജാത ഋഷി പറഞ്ഞു, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്നും നമ്മൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം. ഒരു ഗുരുവിൽ നിന്ന് വേദശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം, ബ്രഹ്മചര്യം പാലിക്കണം, തപശ്ചര്യകൾ അനുഷ്ഠിക്കണം, മറ്റു ജീവജാലങ്ങളെ ഹിംസിക്കരുത്. അങ്ങനെ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നതിനനുസരിച്ച് ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതനാകും. എന്നിട്ട് യഥാർത്ഥ ആത്മീയ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടും. ആ അവസ്ഥയിൽ, ധ്യാനനിമഗ്നായി ഇരിക്കുന്ന അവസ്ഥയിൽ, അതിൽ പരിപക്വ അവസ്ഥയിൽ ഭഗവാനെ തിരിച്ചറിയാൻ കഴിയും. ധൃതരാഷ്ട്രർ ഉടനെ ചോദിച്ചു, ആ മരണാതീതനായ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന, സർവ്വതും അറിയുന്ന ആ പരമാത്മാവ് ഏത് രൂപത്തിലാണ് ഈ ലോകത്തിലിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ നിറം എന്താണ്? വെളുത്തതാണോ, ചുവപ്പാണോ, കറുപ്പാണോ, അതോ ഏത് കളറാണ്? അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഉടനെ സനത് സുജാത ഋഷി പറഞ്ഞു, അദ്ദേഹത്തിന് ഏത് നിറത്തിൽ വേണമെങ്കിലും വരാൻ കഴിയും. പക്ഷേ അങ്ങ് ഈ ലോകത്തിൽ അനുഭവിക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭവമായിരിക്കത്തില്ല അദ്ദേഹത്തെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ. ഈ വിശ്വം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒരു രൂപമാണ്. പക്ഷെ അതേ സമയത്ത് അദ്ദേഹം നമ്മുടെ തള്ളവിരലിൻ്റെ ആ വലിപ്പത്തിൽ നമ്മുടെ ഹൃദയത്തിലും ഇരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിലാണ് നിൽക്കുന്നത്. ഇനി സൃഷ്ടിയുടെ അവസാനത്തിൽ എല്ലാം അദ്ദേഹത്തിലേക്ക് പോയി ലയിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് ദ്വന്ദ്ങ്ങളില്ല. എന്നാലും എല്ലാം അദ്ദേഹത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹം ഒരിടത്തൊന്നും അനങ്ങുന്നുമില്ല. അദ്ദേഹം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാത്തിനെക്കുറിച്ചുള്ള അറിവുമുണ്ട്. അദ്ദേഹം അറിയാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല. ഇനി വീണ്ടും രാജാവിൻ്റെ ചോദ്യം, പരമാത്മാവിനെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് ഋഷി കൂടുതൽ വിശദമായിട്ട് പറയുകയാണ്. ഏത് തരം പ്രവൃത്തിയിലൂടെയാണ് ഒരാൾ ആധ്യാത്മിക തലത്തിൽ ഉയരുന്നതെന്ന്, ബ്രഹ്മന്റെ ഗുണങ്ങൾ എന്താണെന്നും
ആ ഒരു ഗുണത്തിലിരിക്കുന്ന വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇതൊക്കെ സനത് സുജാത ഋഷി പറഞ്ഞു കൊടുത്തു. സൂര്യൻ ഉദിക്കുന്നത് വരെ ഋഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പകലായി എന്ന് മനസ്സിലായപ്പോൾ ഋഷി പറയുന്നത് നിർത്തിയിട്ട് അവിടുന്ന് പോകാൻ തീരുമാനിക്കുകയാണ്. വിതുരർ സനത് സുജാത ഋഷിയുടെ കാലു തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് വിതുരരും രാജാവും സനത് സുജാത ഋഷിയെ നന്ദി പറഞ്ഞു. എന്നിട്ട് സനത് സുജാത ഋഷി അവിടുന്ന് അദൃശ്യനായി. എന്നിട്ട് രണ്ടുപേരും സഭയിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മഹാഭാരതത്തിലെ ഈ അധ്യായം കഴിയുകയാണ്. ഇനി നാളെ രാവിലെ നമുക്ക് സഞ്ജയൻ കൗരവർക്ക് സന്ദേശം പറഞ്ഞു കൊടുക്കുന്നതും അതിനുശേഷം കൗരവർ തമ്മിൽ നടക്കുന്ന ചർച്ചയും അവരുടെ മനോഭാവം എന്തായിരിക്കും, അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് നാളെ പഠിക്കാം. അതിനുശേഷം പാണ്ഡവർ ഭഗവാന്റെ അടുത്ത് എത്തുന്നതും പിന്നെ അടുത്ത അധ്യായം ഭഗവാൻ ശാന്തിദൂതനായിട്ട് പോകുന്നതാണ്. ഇനി നമുക്ക് നാളെ രാവിലെ 6 മണിക്ക് കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.